Hello everyone, welcome to Say Cheers. ഇന്ന് മാങ്ങ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസൺ അല്ലേ. ഞാൻ കിളിമൂക്കൻ മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നത്. ഒരു പകുതി കിളിമൂക്കൻ മാങ്ങ അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കിളിമൂക്കൻ മാങ്ങ തന്നെ വേണമെന്നില്ല, ഏത് പച്ചമാങ്ങ ഉപയോഗിച്ചും ഉണ്ടാക്കാട്ടുള്ളൂ. പിന്നെ ഒരു 3 വറ്റൽമുളക് ഇതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിലൊന്ന് ചുട്ടെടുക്കണം. ഇതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അതൊന്നിങ്ങനെ കത്താൻ തുടങ്ങും. അപ്പോൾ അവിടെ കറുപ്പാകും. അപ്പോൾ ഒന്ന് കെടുത്തിയിട്ട് നമ്മളതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ ചുട്ട് വെച്ചിരിക്കുന്ന 3 വറ്റൽമുളകും 5-6 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കുറച്ച് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം വളരെ കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ലൂസായിപ്പോവും, വെള്ളം പോലെ ആയിപ്പോവും. ചമ്മന്തി പറഞ്ഞാൽ കുറച്ച് കട്ടിയായിട്ടിരിക്കണമല്ലോ. തേങ്ങയും മുളകും കൂടെ അരച്ച ശേഷം നമ്മൾ ആ മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇതിൽ മാങ്ങ ഞാൻ തൊലിയോട് കൂടി ചെത്തിയിരിക്കുന്നത്, വേണമെങ്കിൽ തൊലി കളയാം ഞങ്ങൾക്ക്. മാങ്ങയുടെ അളവ് നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങയെക്കാട്ടിലും കുറച്ച് കൂടുതലായിരിക്കണം, എന്നാലാണ് ശരിക്കും ഒരു പുളിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് കുറച്ചുകൂടെ സ്വാദ് ഉണ്ടാകുക. വെള്ളം ആവശ്യത്തിന് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് ലൂസായാൽ പിന്നെ ചമ്മന്തി ആവില്ലല്ലോ. അത് നമ്മൾ ഈ അരച്ച മാങ്ങ ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് മുകളിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തുളിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കഴിക്കാനെടുക്കാം. ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. മുളക് ചുട്ടെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ സ്വാദുള്ളത്. മുളക് പൊടി ചേർത്തി അത്ര സ്വാദ് ഉണ്ടാവില്ല കേട്ടുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.